മൊബൈൽ ഫോൺ പിടിച്ചുവച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തിയ +1 വിദ്യാർത്ഥിയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. വിദ്യാർത്ഥിയുടെയും അധ്യാപകരുടെയും പക്ഷം പിടിച്ച് വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണുകൾ സ്കൂളിൽ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. കുട്ടികൾ സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നാൽ അത് പിടിച്ചെടുക്കുന്നതും പതിവാണ്. ഈ രീതിയിൽ ഫോൺ പിടിച്ചെടുത്തതാണ് പാലക്കാട് ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ പ്രകോപിപ്പിച്ചത്. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ കയറിയ വിദ്യാർത്ഥി കൈ ചൂണ്ടി കൊലവിളി നടത്തുകയും സംഭവം പകർത്തിയ അധ്യാപകനെതിരെ പാഞ്ഞെടുക്കുന്നതും വീഡിയോയിൽ കാണാം. വീട്ടിലും നാട്ടിലും സ്കൂളിലുമെല്ലാം വിദ്യാർത്ഥികളുടെ പെരുമാറ്റം ഈ രീതിയിലാകുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സംഭവത്തിൽ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നുമാണ് വിദ്യാർത്ഥിയുടെ നിലപാട്. തെറ്റ് പറ്റിയതാണെന്നും തനിക്ക് ഈ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ അവസരം നൽകാൻ ഇടപെടണമെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. പണം ഞങ്ങൾ തരും. അതിനിടെ വീഡിയോ പകർത്തി പുറത്തുവിട്ട അധ്യാപകർക്കും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഏറുകയാണ്. വിദ്യാർത്ഥിയെ തിരുത്തേണ്ടവർ അവരെ പ്രകോപിപ്പിച്ച് വഴിതെറ്റിക്കുകയാണെന്നും ഇതല്ല യഥാർത്ഥ വിദ്യാഭ്യാസമെന്നും ഒരു വിഭാഗം പറയുന്നു. അതേസമയം സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം വിദ്യാർത്ഥികളുടെ സ്വഭാവദൂഷ്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. മാർക്കോ, പണി തുടങ്ങി അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സിനിമകളെല്ലാം വയലൻസിൻ്റെ അതിപ്രസരമുള്ളവയാണ്. ഈ സിനിമകൾ യുവാക്കളെയും വിദ്യാർത്ഥികളെയുമെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്നും അതിൻ്റെ പരിണിതഫലമാണിതെന്നും പറയുന്നവരുമുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടി നടക്കാത്ത ദിവസങ്ങൾ അപൂർവമാണെന്ന് പറയാം. ഗ്യാങ് വാറിൻ്റെ സ്വഭാവത്തിലുള്ള ഇത്തരം ഏറ്റുമുട്ടൽ കാരണം ചില സ്കൂളുകളുടെ പ്രവർത്തനം തന്നെ തടസ്സപ്പെടുന്ന അവസ്ഥയിലാണെന്നാണ് അധ്യാപകരുടെ പരാതി. വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂളുകളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം ഏറ്റുമുട്ടുന്നത് പതിവാണ്. കയ്യാങ്കളി കൂടാതെ ആയുധവുമായി ഏറ്റുമുട്ടുന്നത് മാരകമായ പരിക്കുകൾക്കിടയാക്കുന്നു. ഉച്ചഭക്ഷണത്തിന് ക്ലാസ് വിടുമ്പോൾ ഇടവഴിയിലും മറ്റും വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ച് അടി നടത്തുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതും ഇത്തരം സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ലഹരിക്കടിമപ്പെട്ട വിദ്യാർത്ഥികളെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭയമാണെന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാർത്ഥികളിലെ ഈ രീതിയിലുള്ള പെരുമാറ്റം നിയന്ത്രിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും സർക്കാർ തലത്തിൽ വിപുലമായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.